തിരുവനന്തപുരത്ത് പ്രസ്റ്റീജിയസ് മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് ശാസ്തമംഗലം. ശാസ്തമംഗലത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയാണ് ഇപ്പോൾ എനിക്കൊപ്പമുള്ളത്. എങ്ങനെ പോകുന്നു പ്രചരണം? എങ്ങനെയുണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന പൾസ്? അതെങ്ങനെയാണ്? വിജയത്തിന് അനുകൂലമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണോ ഉള്ളത്? തുടക്കം മുതൽ ഞാൻ ജനങ്ങളുടെ അടുത്ത് പോകുമ്പോഴും അവർ വളരെ സ്നേഹത്തോടു കൂടിയും ഊഷ്മളതയോടുകൂടിയുമാണ് എന്നെ സ്വീകരിക്കുന്നത്. എനിക്ക് സ്വയം പരിചയപ്പെടുത്തേണ്ട കാര്യം പോലും വരുന്നില്ല. പലർക്കും എന്നെ നല്ലപോലെ അറിയാം. അപ്പോൾ അവർ വീട്ടിൽ കയറി ഇരിക്കൂ, ചായ കുടിക്കുന്നില്ലേ, ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നു. പിന്നെ ബാത്റൂമിൽ അയാൾ വരണം, പിന്നെ കിടക്കുന്ന അമ്മമാർക്ക് എന്നെ കാണണം. അപ്പോൾ അങ്ങനെയുള്ള സമയമെടുത്തുള്ള ഒരു പ്രചാരണമായിരുന്നു. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമാണ് എല്ലായിടത്തു നിന്നും എനിക്ക് കിട്ടുന്നത്. ജനങ്ങളുമായിട്ടൊക്കെ തന്നെയും സംസാരിക്കുന്ന സമയത്ത് ഈ വാർഡിൽ അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറായി വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രഥമ പരിഗണനയുള്ള കാര്യം അതെന്തായിരിക്കും? ഈ വാർഡിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. കാരണം എനിക്ക് ഉണ്ടായിരുന്ന കൗൺസിലറും വളരെ നല്ല ഒരു ആളായിരുന്നു. ബി.ജെ.പിയുടെ തന്നെ കൗൺസിലറായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പലരും അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം ചെയ്യുന്നത് പോലെ തുടർന്നും ചെയ്യണം. ചില സ്ഥലങ്ങളിൽ മാത്രം ചില പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ റോഡ് പൊളിഞ്ഞു കിടപ്പുണ്ട്, ഡ്രെയിനേജിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കണം എന്ന് പറഞ്ഞവരോട് നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വലിയ പ്രശ്നങ്ങൾ ആരും പറയുന്നില്ല. എല്ലാവരും ഉന്നയിക്കുന്നത് നല്ല വികസനം ഉണ്ടാവണം, തിരുവനന്തപുരം മൊത്തം, അനന്തപുരി മൊത്തം ഇങ്ങനെ ഒരു അഴിമതിരഹിത ഭരണം വേണം എന്നുള്ള ഒരു ജനറൽ കാര്യങ്ങളാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം വലിയ തോതിൽ അനുകൂലമാകും. അതിനൊരു പരിഗണന കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ലോകമാണല്ലോ. റീൽസും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയാണല്ലോ എല്ലാവരും ഒരു അഭിപ്രായം ഉണ്ടാകുന്നത്. അപ്പം പുറത്ത് വയ്ക്കുന്ന പോസ്റ്റേഴ്സിനേക്കാളും ചുവരെഴുത്തിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുകൂടെ ഹൈപ്പ് കൊടുക്കണം. പ്രചാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുട്ടികളൊക്കെ ഇപ്പോൾ IT മേഖലയിൽ നിന്നുള്ള കുട്ടികളൊക്കെ അല്ലേ ഒരുപാട് പേര് തിരഞ്ഞെടുപ്പ് മേഖലയിൽ ഗോദായിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനും അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എതിരാളികളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അവരൊക്കെ ശക്തരാണോ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശക്തിയുണ്ട്. അവരെ എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു. എല്ലാവരും ഫൈറ്റേഴ്സ് അല്ലേ, എല്ലാവരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരല്ലേ. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെല്ലാവരെയും ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഈ പേരിനൊപ്പമുള്ള IPS അത് നീക്കം ചെയ്യണമെന്നുള്ള കാര്യം വന്ന ഘട്ടത്തിൽ എന്താണ് ആദ്യം മനസ്സിലേക്ക് വന്ന കാര്യം? അതോടൊപ്പം അങ്ങനെ നീക്കിക്കഴിഞ്ഞാലും അങ്ങേ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം മറ്റു പല മാധ്യമങ്ങളിലുമൊക്കെ തന്നെയും അങ്ങ് കൃത്യമായി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ IPS നീക്കിക്കഴിഞ്ഞാൽ ആർ ശ്രീലേഖ അത്തരത്തിൽ അറിയപ്പെടാത്ത ഒരാളായി മാറിപ്പോകുമോ? അതല്ല, IPS എന്നുള്ളത് വേണ്ട എന്ന് തോന്നിയത് എനിക്ക് തന്നെയാണ്. കാരണം ഇതിനെതിരെ ഒരു പ്രതികരണം ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. എൻ്റെ പേരിനോടൊപ്പം IPSും കൂടെ വെച്ച് പ്രചാരണം നേടി എനിക്കൊരു എന്തോ വലിയ കാര്യം നടക്കാനുണ്ട് എന്നുള്ളൊരു എതിർപ്പ് ഉയർന്നു വന്നു എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട്, അപ്പോൾ അങ്ങനെ അവരൊരു കുറേ ആൾക്കാരോട് പറഞ്ഞു അവരുടെ വീട്ടിൻ്റെ മുന്നിൽ എൻ്റെ പോസ്റ്റർ വെച്ച് IPS എന്ന് വെച്ചിരിക്കുന്നത് IPS വിറ്റ് വോട്ടാക്കാനാണെന്നുള്ള ഒരു രീതിയിൽ ഒരു അഭിപ്രായം ഉയർന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ച് ഞാൻ തന്നെ പറഞ്ഞതാണ്. ഇപ്പം പലർക്കും മനസ്സിലാവാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ചെയ്യുമോ? ഒരു സ്ഥാനാർത്ഥി വന്ന് ഇങ്ങനെ പേരിൻ്റെ കൂടെയുള്ള IPS എന്തിന് വെട്ടണം, എങ്ങനെ വെട്ടണം, എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് അവർ എന്നോട് ആരെങ്കിലും അത് നിർദ്ദേശിച്ചു എന്ന് പറയുന്നത്. എനിക്കൊരു നിർദ്ദേശവും ഇടത്തൊന്നും കിട്ടിയിട്ടില്ല, ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ സ്വയം എടുത്ത തീരുമാനമാണ്. എനിക്ക് ഈ IPSൻ്റെ ബലമില്ലാതെ തന്നെ ആർ ശ്രീലേഖ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ അറിയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, കൂടാതെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് അത് മാറ്റിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പല പ്രധാനപ്പെട്ട വിഷയങ്ങളും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കൊപ്പം എന്നും നിൽക്കുന്നൊരു പാർട്ടിയാണ് BJP എന്നുള്ള കാര്യം നേരത്തെ തന്നെ അത് നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? അത് ഗുണകരമാകുമോ ഈ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും 100% ഗുണകരമാകും. കാരണം ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ അത് ജനം അത് അങ്ങനെ കാണുന്നുണ്ട്. നമ്മുടെ പാർട്ടി പറയുന്നതിനേക്കാളും കൂടുതൽ പൊതുജനം അത് ഇത്രയും അവർ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് നിന്ന് തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പൊതുജനം അഭിപ്രായം എല്ലാം അതിനോടൊപ്പം ഈ കൊള്ള എന്ന് പറയുന്ന അമ്പലക്കൊള്ള എന്ന് പറയുന്നതിനോട് എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് അതിൻ്റെ ഉറച്ചതായ ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഒരു ക്രൈം കേസിൽ പെട്ട് ഏൽപ്പിച്ചിരിക്കുന്ന, അതാണ് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾ തന്നെ വന്നിട്ട് അത് മുഴുവനും കൊള്ളയടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഇതിലും ഒരു ഞെട്ടിപ്പിക്കുന്ന വേറൊരു സംഭവമില്ല. നേരത്തെ വീട് പണിയുമായി ബന്ധപ്പെട്ട്
അവിടെ സാധനങ്ങൾ കൊണ്ട് ഇറക്കിയത് പോലീസ് ജീപ്പിലാണെന്ന തരത്തിലേക്കുള്ള വിഷ്വൽസൊക്കെ പഴയ ആളുകൾ ഇത്തരത്തിൽ കുത്തിപ്പൊക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഇന്ത്യ പൂട്ടിപ്പോയ ഒരു ചാനൽ, ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞ് പൂട്ടിപ്പോയ ഒരു ചാനലിൻ്റെ അവസാന തുറുപ്പ് ചീട്ടായിട്ട് അവരെ ഉയർത്താൻ നോക്കിയ ഒരു ഗോസിപ്പാണത്. അത് പോലീസ് ജീപ്പിനകത്ത് ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് ഇറക്കിയതിൻ്റെ രേഖ സഹിതം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. അത് വലിയൊരു മെഷീനാണ്. അത് എൻ്റെ കാറിനകത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് പോലീസ് ജീപ്പ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെല്ലാൻ രസീത് അടച്ച് ചെയ്തതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ സസ്നേഹം ശ്രീലേഖ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് തെറ്റില്ല, എല്ലാവരും ചെയ്യുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർക്കുള്ള ആനുകൂല്യമാണിത്. അത് വെച്ചിട്ട് അവർ കാശാക്കി വിൽക്കാൻ നോക്കിയതിന് എനിക്കൊന്നും പറയാനില്ല. മാഡം വിജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും ഒരു ഒരുമയോടുകൂടി പ്രവർത്തിക്കുകയാണ്. നല്ലൊരു കൗൺസിലറെ നമുക്ക് കിട്ടുമെന്നുള്ള ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. ഇദ്ദേഹത്തിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് കോർപ്പറേഷൻ തീർച്ചയായും BJPക്ക് വളരെ അനുകൂലമായ ഒരു ട്രെൻഡാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. പിന്നെ അവർ തന്നെ നമുക്ക് ഒരു കൊണിയും തന്നിട്ടുണ്ട്. അയ്യപ്പൻ്റെ മോഷണവും അതെല്ലാം കൂടെ തന്ന സ്ഥിതിക്ക് നമ്മുടെ ഭക്തജനങ്ങളായാലും സാധാരണ ആൾക്കാർക്ക് പോലും ഇത് കേട്ടിട്ട് പറ്റുന്നില്ല. എന്തിനീ ആറ്റുകാല പൊങ്കാല ഇടുന്ന 30 ലക്ഷത്തോളം സ്ത്രീജനങ്ങളുണ്ട്. അവരെല്ലാം ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇത് വേറെ രാഷ്ട്രീയമല്ല, ഇത് ഇങ്ങനൊരു കൊള്ള നടത്തുന്നത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും നമ്മുടെ ശ്രീലേഖ മാഡം ഉൾപ്പെടെയുള്ള എല്ലാ BJP എല്ലാ കൗൺസിലേഴ്സും കോർപ്പറേഷനിൽ ഒരു 90% മെജോറിറ്റി വരുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായും നടക്കും. മേയർ സ്ഥാനാർത്ഥിയായി BJP ഉയർത്തിക്കാട്ടുന്ന ആൾ കൂടിയാണ് അങ്ങ്. അപ്പോൾ കൗൺസിലറായി നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണോ ഉള്ളത്? മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, പാർട്ടി കണക്കാക്കിയതായിട്ടും എനിക്കിതുവരെ അറിയില്ല. എല്ലാവരും മേയറാകാൻ കഴിവുള്ള കെൽപ്പുള്ള വ്യക്തികളാണ് BJP നിർത്തിയിരിക്കുന്നത്. വളരെ മിടുക്കരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് ജയിച്ചു വരട്ടെ, അതിനുശേഷം പാർട്ടി തീരുമാനിക്കട്ടെ. 35 സീറ്റുകൾ ഇതിനോടകം തന്നെ BJPക്ക് ഉണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ സീറ്റുകളുടെ എണ്ണം BJPക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ, പ്രത്യേകിച്ച് അങ്ങയുടെയൊക്കെ കാര്യവുമായി ബന്ധപ്പെട്ട്? സത്യം പറഞ്ഞാൽ 25% കൂടെ കൂട്ടണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അത് ഇവിടെ ഒന്ന് നിൽക്കുക 25-ലല്ല, അതിലേക്കുള്ള കൂടെ ഒരു 50% കൂടുതൽ പോകും എന്നുള്ള മട്ടിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും 60-65 വാർഡുകളിൽ BJP ജയിച്ചു വരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത്. 65 വാർഡുകളിൽ BJPക്ക് വിജയം സുനിശ്ചിതമാണ് എന്നുള്ള ആത്മവിശ്വാസമാണ് ആർ ശ്രീലേഖ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ശാസ്തമംഗലത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.